അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനുള്ള പ്രത്യേകത കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് സഹായിയായിട്ട് കോളേജിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ അസമൗലിയായിരുന്നു. MCCയുടെ താമസവും ഓഫീസും ലൈബ്രറിയും ക്ലർക്കുമാരുടെ റൂമും ഒക്കെ പള്ളിയും കോളേജും ഒക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അദ്ദേഹം താമസിക്കുക. വളരെ ഞാൻ പറഞ്ഞില്ല, അനാഡംബര ജീവിതം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരിക്കൽ കോളേജ് സന്ദർശിച്ചു. മൗലവി ക്ഷണിച്ചതാണ്. ആ ക്ഷണം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇസ്മായിൽ സാഹിബ് വന്നപ്പം മൗലവിയുടെ ഷർട്ട് ഞങ്ങൾ അന്ന് ഈ സ്ഥിരിടുന്നതിന് മുമ്പ് കഞ്ഞി മുക്കും, നീലവും കഞ്ഞിയും കൂടി മുക്കിയിട്ട് റെഡിയാക്കി തേക്കലാണ്. അപ്പം ഇസ്മായിൽ സാഹിബ് വരാനായിട്ടുണ്ട് എന്ന് വിവരം ഏകദേശം സമയമായപ്പം ആ ഷർട്ട് തുണി ഞങ്ങൾ കൊണ്ടുകൊടുത്തു. അപ്പോൾ അത് അലക്കിയതും മുക്കിയതൊക്കെ വേറെ ആൾക്കാരാണ്. കൊണ്ടുകൊടുത്ത് ഞങ്ങൾ കുറച്ച് കുട്ടി, ഞാനൊക്കെ എൻ്റെ പോലത്തെ ചെറിയ മക്കളാണ്. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ നിർത്തിയിട്ട് വെള്ളം കുടഞ്ഞിട്ട് ഇതൊക്കെ പോക്കി ആണ്ട് ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. MCC അവിടെയാണ് മൗലവിമാരെ അങ്ങോട്ട് ലൈബ്രറിയിലേക്ക് വിളിക്കും, അവിടുന്ന് സംസാരിക്കും. പക്ഷെ ക്ലാസ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇറങ്ങി കോളേജ് വരും. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനുള്ള പ്രത്യേകത കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അറബിയിലും മനസ്സിലാകാത്ത മലയാളത്തിൽ പറയുന്നല്ലാതെ വലിയ വലിയ അറിവുകൾ, പലർക്കും അറിയാത്ത അറിവുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പഠിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള പ്രത്യേകത. അദ്ദേഹത്തിന് സഹായിയായിട്ട് കോളേജിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ അസമൗലിയായിരുന്നു. അസമൗലവി എന്ന് പറഞ്ഞാൽ അതിസുന്ദരനായ ചെറുപ്പക്കാരനാണ്. അങ്ങനെ ആരും അദ്ദേഹത്തോട് അഭിമുഖം നടത്താനും അതുപോലെ തന്നെ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം MCCയുടെ ഉത്തരവാദിത്വം അങ്ങേയറ്റം കൂടി. പക്ഷേ മൂപ്പര് സംബന്ധിച്ചിടത്തോളം ഒരു നിരാശപ്പെട്ട് നിൽക്കൂല, അധ്വാനിക്കും.